അഖില മിസ്സാണ്. സോ നമ്മുടെ ആനുവൽ എക്സാം ആണ് അല്ലേ. അപ്പൊ ഇന്റഗ്രേഷനിൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്ഷണക്കത്ത് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ചോദ്യം ഇങ്ങനെയാണ്: അമ്മുവിന്റെ വീടിന്റെ ഗൃഹപ്രവേശമാണ് ശനിയാഴ്ച. കൂട്ടുകാരെ വിളിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കാൻ നമ്മൾ അമ്മുവിനെ സഹായിക്കണം. അപ്പൊ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ക്ഷണക്കത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൃത്യമായിട്ട് ഏത് ദിവസമാണ് ആ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ തീയതി എന്നാണ്, എവിടെ വെച്ചാണത്, വീടിന്റെ പേരെന്താണ് അല്ലെ, ആരാണ് ക്ഷണിക്കുന്നത്, എന്തിനാണ് ക്ഷണിക്കുന്നത് അല്ലെ, അതുപോലെ തന്നെ എവിടേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മളെ ക്ഷണക്കത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഇതാ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങൾ ക്ഷണക്കത്ത് അല്ലെ, ഗൃഹപ്രവേശമാണ്, പരിപാടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ഇതാ നോക്കിയോ, പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെ, കൂട്ടുകാരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. പുതുതായി പണിത എന്റെ വീടിന്റെ ഗൃഹപ്രവേശം 10/4/25 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ദിവസം പറഞ്ഞിട്ടുണ്ട്, സ്ഥലം പറയാൻ പോവാണ്, എത്ര സമയത്തിലാണ് അല്ലെ, എത്ര മണിക്കാണെന്ന് പറഞ്ഞു, ആരെയാണ് ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞു. തണൽ എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര് അല്ലെ. ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു എന്ന് ആരാണ്, സ്നേഹപൂർവ്വം ആരാണ്, അമ്മു അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നോക്കി ആരെ ക്ഷണിക്കുന്നു, ദിവസം അല്ലെ, അതുപോലെ നമ്മുടെ സമയം, വീടിന്റെ പേര് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാൻ അല്ലെ. നമ്മൾ എന്താണ്, സ്നേഹപൂർവ്വം ഒരാളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ ഫ്രണ്ട്സിനെ ക്ഷണിക്കുന്നത് ആലോചിക്കുക, ആ രീതിയിൽ നമ്മുടെ ക്ഷണക്കത്ത് തയ്യാറാക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാണ്: അറിയിപ്പ് തയ്യാറാക്കാൻ അല്ലെ. അറിയിപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇത് കുറച്ചും കൂടെ ഒഫീഷ്യൽ ആണ് അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പൊ PTA മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നോട്ടീസ് വായിക്കാറില്ലേ, ആ സംഭവമാണ് ഈ പറയുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, മയൂഖയും കൂട്ടരും ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കും. വെള്ളം കൊണ്ടുള്ള മായാജാലം എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ അറിയിപ്പ് സ്കൂൾ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം. ഈ അറിയിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ ഇവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം അല്ലെ. ഇവിടെ നമ്മുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ അറിയിപ്പ് അല്ലെ. അപ്പൊ നോക്കിയോ, നിങ്ങൾ എന്താ പറയുന്നേ, ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ 2Bയിലെ മയൂഖയും കൂട്ടുകാരും അവതരിപ്പിക്കുന്ന വെള്ളം കൊണ്ടുള്ള മായാജാലം എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്, എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അല്ലെ. നോട്ടീസാണ്. അപ്പൊ എല്ലാവരെയും നമ്മൾ അങ്ങനത്തെ ഒരു ന്യൂസ് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു, ബുധനാഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം ബാലസഭയെ പറ്റി അല്ലെ, സ്കൂളിലുള്ള ആളുകൾക്ക് അറിയായിരിക്കും. അപ്പൊ അവരോട് പറയാണ്, നിങ്ങളുടെ എന്താണ് ഫ്രണ്ട് ആയിട്ടുള്ള 2Bയിലുള്ള ഒരു കൂട്ടര് അല്ലെ, ആരൊക്കെയാണ്, മയൂഖയും കൂട്ടുകാരുമാണ്, എന്താണ് അവതരിപ്പിക്കുന്നത്, നമ്മുടെ വെള്ളം കൊണ്ടുള്ള മായാജാലം എന്നുള്ള ഒരു പരിപാടി ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിലേക്ക് എല്ലാവരും വരണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു അറിയിപ്പ് എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആഹാര സാധനങ്ങളെ തരംതിരിക്കൂ. നമുക്കറിയാം അല്ലെ, നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മൾ ആഹാരം വേവിക്കാറുണ്ട്. നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ആഹാരങ്ങളുണ്ട്, അതേപോലെ തന്നെ ആവിയിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ആഹാരങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ആ രണ്ട് രീതിയിൽ നമ്മൾ ഇതാ ഇവിടെ ആഹാരങ്ങളെ എന്ത് ചെയ്യാണ്, തരംതിരിക്കുകയാണ്. അപ്പൊ ആവിയിൽ പുഴുങ്ങുന്നവയാണ് നമ്മുടെ കൊഴുക്കട്ട, ഇലയട, വട്ടയപ്പം ഒക്കെ അല്ലെ. എന്നാൽ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് പഴംപൊരി, പരിപ്പുവട, നെയ്യപ്പം ഒക്കെ അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആഹാരങ്ങളെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇതേപോലെ തരംതിരിക്കാനായിട്ട് പറ്റണം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഓരോ പോയിന്റും അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം ഒക്കെ എഴുതുക. എന്റെ എല്ലാ മക്കൾക്കും യെസ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.